ഹായ് ഡിയർ ഫ്രണ്ട്സ്, ജി കെ പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 5 ഫീറ്റ് 3 ഫീറ്റ് ബൈ 2 ഫീറ്റിനൊരു ടാങ്കാണ്, അക്വേറിയമാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് 12mm ഗ്ലാസ്സാണ്. നമ്മൾ ഗ്ലാസ്സൊക്കെ മേടിക്കാൻ നേരത്തെ അതൊന്ന് കുറച്ചും കൂടെ പൈസ മുടക്കി നമ്മളൊന്ന് പോളിഷ് ചെയ്ത് വെച്ചാൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും അക്വേറിയത്തിന്. അതേപോലെ തന്നെ നമ്മുടെ കൈമുറിയാൻ എടുക്കാനൊന്നും സാധ്യതയില്ല. അത് നമ്മുടെ ജോയിൻസിന് വേണ്ടിയും നല്ലതാണ്. അക്വേറിയം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും അത് കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതിനു വേണ്ടി ചില ടൂൾസ് നമ്മുടെ അടുത്ത് എപ്പോഴും ആവശ്യമായിരിക്കണം. നിങ്ങൾ വലിയ അക്വേറിയംസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് എൽ ക്ലാമ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ സിലിക്കോൺ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി സിലിക്കോൺ ഉപയോഗിക്കുക. അവിടെ ഒരു 100 രൂപ 200 രൂപയുടെ വ്യത്യാസം നിങ്ങൾ നോക്കല്ലേ. ബിക്കോസ് നമ്മളൊരു അക്വേറിയം ഒട്ടിച്ചിട്ട് അത് പിന്നെ ലീക്ക് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര പണിയാണ്. ബിക്കോസ് ഞങ്ങൾ ലീക്ക് അക്വേറിയംസൊക്കെ ഒട്ടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന സിലിക്കോൺ എന്ന് പറയുന്നത് ഡൗ എന്ന് പറയുന്ന കമ്പനിയുടെ 789 സിലിക്കോണാണ്. അതിനൊരു 320 റുപ്പീസ് അടുത്ത് ചാർജ് വരുന്നുള്ളൂ. അത് കമ്പനി എനിക്കൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിലിക്കോണിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ വാക്കറിൻ്റെ സിലിക്കോണുണ്ട്. അതൊക്കെ അക്വേറിയം ബേസ് തന്നെ സിലിക്കോൺ നമുക്ക് കിട്ടുന്നതാണ്. ഇതൊരു പ്രൊമോഷൻ അല്ല, ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലത്തെ ഒരു എൽ ക്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എൽ ക്ലാം നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടേപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട്. അത് 3 തരത്തിൽ, ഒന്ന് താഴെ ഒന്ന് മേളിൽ, അതേപോലെ നടുക്കായിട്ട് നിങ്ങൾക്ക് ടേപ്പ് ചെയ്യാം. ബ്രൗൺ ടേപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. മാസ്കിംഗ് ടേപ്പ് അല്ലെങ്കിൽ നമ്മുടെ ക്ലിയർ ടേപ്പൊക്കെ ഉപയോഗിച്ചാൽ അത് ഇളക്കിയെടുക്കാനൊക്കെ ഇച്ചിരി പാടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ ഞാൻ പറഞ്ഞിരുന്നത് ബ്രൗൺ ടേപ്പ്, പാക്കിംഗ് ടേപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അക്വേറിയം ഒട്ടിക്കുമ്പം ഇതിൻ്റെ ഇടയ്ക്കത്തെ ഗ്യാപ്പുകളെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. ഇടയ്ക്ക് എവിടെയെങ്കിലും ഗ്യാപ്പായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് തിരിച്ച് സിലിക്കോൺ തേച്ച് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോ സിലിക്കോൺ ആയിട്ടുള്ള അക്വേറിയം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേപ്പ് ഒട്ടിച്ചിട്ടും വേണമെങ്കിൽ ഈ സിലിക്കോൺ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതിന് ശേഷം ടേപ്പ് എടുക്കുമ്പോൾ ഉണങ്ങുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങളിത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുറേ ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, എനിക്കൊരു 5 ഫീറ്റിന് ടാങ്ക് ചെയ്യണം അല്ലെങ്കിൽ 6 ഫീറ്റിന് ടാങ്ക് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ 8mm ഗ്ലാസ് ഉപയോഗിച്ചാൽ മതിയോ, 6mm മതിയോ, 10mm മതിയോ? നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളൊരു വലിയ അക്വേറിയം, ദാറ്റ് മീൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ പറയുന്നത്, ഒരു 5 ഫീറ്റ് മേളിലോട്ടുള്ള ടാങ്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് 12mm ഗ്ലാസ്സിൽ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബിക്കോസ് 10mm 12mm തമ്മിലൊരു സ്ക്വയർ ഫീറ്റിനെ എങ്ങാണ്ട് ഒരു 30 റുപ്പീസ് അടുത്ത ഡിഫറൻസ് വരുന്നുള്ളൂ. ഒരു 5 ഫീറ്റ് ബൈ, ഇപ്പോൾ ഈ ഒരു അക്വേറിയം തന്നെ ഞാൻ 10 ഫീറ്റ് എടുക്കുമായിരുന്നെങ്കിൽ, 10mm ഗ്ലാസ് എടുക്കുമായിരുന്നെങ്കിൽ എനിക്കൊരു ചാർജിനകത്ത് വ്യത്യാസം വരുന്നൊരു 600-700 രൂപ, അത്രയും ഡിഫറൻസേ നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്ന 12mm തന്നെ ഉപയോഗിക്കുക. പിന്നെ അതിൽ മേളിലോട്ടുള്ള ഗ്ലാസ്സൊക്കെ നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 7 ഫീറ്റ് 8 ഫീറ്റ് 10 ഫീറ്റ് ഒക്കെ ടാങ്ക് നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടഫൻഡ് ഗ്ലാസ്സസ് വരെ ഉപയോഗിക്കാൻ സാധിക്കും. ടഫൻഡ് ഗ്ലാസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ്സിന് അത് നമുക്ക് കയറി നിൽക്കാം. അതേപോലെ അതിനൊരു ബെൻഡിങ് കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് ആയിരിക്കും അത്. ടഫൻ ഗ്ലാസ്സസ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഗ്ലാസ്സും ആയിരിക്കും. ബിക്കോസ് അത് എന്തെങ്കിലും കാരണത്താൽ ബ്രേക്ക് ആകുവാണെങ്കിൽ അത് പൊടിഞ്ഞു പോവുക ചെയ്യുന്നത്. നമ്മുടെ നോർമൽ പ്ലെയിൻ ഗ്ലാസ് പോലെയല്ല, അത് പൊടിഞ്ഞു പോകാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് ഉപയോഗിക്കാൻ സാധിക്കും. എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് നല്ല റേറ്റാണ്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം, വേണമെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് മാത്രം വേണം നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് വെച്ചുകൊണ്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്രയാണ് അക്വേറിയത്തിലും ലോകത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് സെയിം നമ്പറാണ് വാട്സപ്പ് നമ്പർ. ദയവായി ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ വർക്കിന് സമയത്ത് ഞാൻ അങ്ങനെ ഫോൺ ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിസ് കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിടാൻ സാധിക്കുന്നതാണ്. അതിന് ഞാൻ ഫ്രീ ആവുന്ന ടൈമിൽ ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇന്ന് നമ്മൾ ചെയ്തൊരു അക്വേറിയം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനി മറ്റൊരു അക്വേറിയത്തിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഇപ്പോൾ പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.